ജമാഅത്ത് കൗൺസിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. ബാലരാമപുരം വഴിമുക്ക് ഓഫീസിൽ വെച്ചാണ് ജമാഅത്ത് കൗൺസിലിൻ്റെ 7ാം വാർഷികത്തിൻ്റെ ഭാഗമായി പുതിയ ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുത്തത്. മാനുഷിക മൂല്യത്തെയും മാനവകുലത്തെയും ഉയർത്തിപ്പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ മനുഷ്യൻ്റെ അവകാശങ്ങളെ ഉറപ്പുവരുത്താനും ഒത്തൊരുമയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള ദേശീയ കമ്മിറ്റിയുടെ ആഹ്വാനത്തെ സ്വായത്തമാക്കാൻ 7ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ കരുത്തേകാൻ തിരുവനന്തപുരത്ത് പുതിയ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു. ജമാഅത്ത് കൗൺസിൽ ദേശീയ ചെയർമാൻ MS ഷാജി വെഞ്ഞാറമ്മൂട് ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ വഴിമുക്ക് ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ ഫൗണ്ടറും സ്റ്റേറ്റ് പ്രസിഡന്റുമായ ഡോക്ടർ A അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ നെയ്യാറ്റിൻകര മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ A സാദത്ത് MBBS മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ ജില്ലാ ഭാരവാഹികൾക്ക് ആലിംഗ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റും ജമാഅത്ത് കൗൺസിൽ ദേശീയ വൈസ് പ്രസിഡന്റുമായ M അബ്ദുൽ കലാം മിസ്ബാഹി സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്ത് പ്രാർത്ഥന നടത്തി. പരിപാടിയിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഹുമയൂൺ കബീർ മുഖ്യാതിഥിയായിരുന്നു. ജമാഅത്ത് കൗൺസിൽ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ N ഷംസുദ്ദീൻ ഹാജി, ഡോക്ടർ A താജുദ്ദീൻ പുഴനാട്, ലേബർ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഷഹീർ മാഷ്, ഡോക്ടർ K അരൂജ്, ഡോക്ടർ നസീർ നെടുമങ്ങാട്, ഡോക്ടർ MF അബ്ദുൽ ഹക്കീം ബാഫഹി, യൂത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MA സിദ്ദിഖ്, വാഹിദ് വൈജർ ഭാസ്കർ, ഡോക്ടർ മാഹിൻ മുസ്ലിയാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രസ്തുത പരിപാടിയിൽ ചാനലിൻ്റെ പ്രസ് ID കാർഡ് വിതരണവും ജമാഅത്ത് കൗൺസിൽ ലക്ഷദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ സയ്യിദ് മുഹമ്മദ് കോയയ്ക്ക് ഓണററി സർട്ടിഫിക്കറ്റും നൽകി. പുതിയ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അഡ്വൈസറായി ഡോക്ടർ MF അബ്ദുൽ ഹക്കീം വഖഫി, പ്രസിഡന്റായി വള്ളക്കടവ് മഹ്ഷു, ജനറൽ സെക്രട്ടറിയായി പൂവാർ മുഹമ്മദ് അബ്ദുൽ ഖാദർ, ട്രഷററായി ഹക്കീം കരമന, മറ്റ് 13 അംഗങ്ങളെയും തെരഞ്ഞെടുത്തു. വരും വർഷം വിപുലമായ സേവന പരിപാടികൾ നടത്താനും വരുന്ന 7ാം വാർഷിക സമ്മേളനം വിജയിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. പ്രസംഗം ചെയ്യാൻ ഇനി എന്താണ് ബാക്കി എന്നാണ് ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചത്. കാരണം അധ്യക്ഷൻ ഏതാണ്ട് അടി മുതൽ മുടി വരെ എല്ലാം കടന്നു പോയിരിക്കുകയാണ്. എന്താണ് ഈ സംഘടനയെന്നും ഈ സംഘടന എങ്ങനെ ഉണ്ടായി എന്നും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും ഈ സംഘടന മൂലം നമുക്ക് എന്തൊക്കെ നന്മകൾ ആളുകൾക്ക് ചെയ്യാൻ കഴിഞ്ഞുവെന്നും ഒക്കെ എല്ലാ വിഷയവും ടച്ച് ചെയ്തുകൊണ്ടാണ് അധ്യക്ഷന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. അപ്പോൾ ഉദ്ഘാടന പ്രസംഗം ദീർഘമായി ഞാൻ കടന്നു പോകുന്നില്ല, എങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതെ പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ 7ാമത് സമ്മേളനം നടക്കുന്ന ഈ സന്ദർഭം. ഈ സംഘടന രൂപം കൊണ്ട കാര്യം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. പ്രിയങ്കരനായ ശ്രീ അഷ്റഫും അതുപോലെ തന്നെ ഷംസുദ്ദീൻ ഹാജിയും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി മർഹൂം ജുമൈരിയ ബീവിയും ഒരു സായം സന്ധിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ആലോചിച്ച കാര്യമാണ്. അത് പ്രാവർത്തികമായി ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിലെ 14 ജില്ലകളിൽ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും അത് കടന്ന് അന്തർദേശീയ തലത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സംഘടന ഇന്ന് മാറി നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. നമുക്കിപ്പോൾ ഇരിപ്പിടമായി നമുക്കിത് കൊണ്ടുപോകേണ്ടതുണ്ട്. അത്യാവശ്യം നമുക്ക് നിൽക്കാനുള്ളൊരു ശേഷിയുണ്ടായി. നമ്മൾ ഇഴഞ്ഞ് നിന്ന് നടന്നു തുടങ്ങിക്കഴിയുമ്പോഴാണ് അഹങ്കാരം. അതെ, ആദ്യം ആരുടെയെങ്കിലും സഹായത്താലാണ് നമ്മൾ എണീറ്റ് നിൽക്കുന്നത്. പിന്നെ വീട് നിന്ന് നമ്മൾ നടന്നോളും. ഒന്ന് സ്റ്റഡിയായി നടന്നാൽ പിന്നെ ഉണ്ടാകുന്നത് അഹങ്കാരമാണ്. അത് നമുക്കൊരിക്കലും ബാധിക്കാൻ പാടില്ല. തുടക്കം മുതൽ അവസാനം വരെ അഷ്റഫക്കായും ഷാജിക്കായും പറഞ്ഞത് നിങ്ങളുടെ സമയം നിങ്ങളുടെ സമ്പത്ത് നിന്നതിന് വേണ്ടി മാറ്റിവെച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്ത് കൗൺസിൽ. എൻ്റെ ഇതുവരെയുള്ള അനുഭവം അത് തന്നെയാണ്. 2 കോടി രൂപയോളം നമ്മൾ ചാരിറ്റിയിൽ പ്രവർത്തിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊരു അതിശയോക്തിയുമില്ല. എല്ലാ പ്രത്യേക സന്ദർഭങ്ങളിലും നമ്മൾ ജനങ്ങളെ ചേർക്കുന്നുണ്ട്. ഡോക്ടർ അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള ജമാഅത്ത് കൗൺസിലിൻ്റെ 7ാം ജില്ലാ സമ്മേളനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ജമാഅത്ത് കൗൺസിൽ. നിരവധി പുരസ്കാരങ്ങളും
അംഗീകാരങ്ങളുമൊക്കെ ഇന്ന് ഈ ജമാഅത്ത് കൗൺസിലിന് നേടിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ അടുത്ത് തന്നെ സംസ്ഥാന സമ്മേളനം നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അഖിലേന്ത്യാ സമ്മേളനം ഹൈദരാബാദിൽ നടക്കുന്നുണ്ട്. അങ്ങനെ നാഷണൽ സമ്മേളനവും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സമ്മേളനവും നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് ആയിട്ടില്ല. ഇവരുടെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാനും എൻ്റെ പാർട്ടിയും എന്ന് മാത്രമല്ല മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും ഈ ജില്ലാ സമ്മേളനത്തിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ജമാഅത്ത് കൗൺസിലിൻ്റെ പുതിയ ജില്ലാ ഭാരവാഹികളായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ പേര് മഹഷൂഖ് കൊള്ളക്കടവ്. ഞാൻ പ്രസിഡൻ്റാണ്. ജനറൽ സെക്രട്ടറിയായി ഖാദർ പൂവാർ, ട്രഷററായി ഹക്കീം കരമന, വർക്കിംഗ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആരിഫ് എന്നിവരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനമെന്ന് പറയുന്നത് സാമൂഹിക ജീവിതങ്ങൾ നയിക്കുന്ന ജനങ്ങളെ സഹായിക്കലും അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അതിനുവേണ്ടി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സംസ്ഥാന ഭാരവാഹിയായ ഡോക്ടർ അഷ്റഫ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ജമാഅത്ത് കൗൺസിൽ 7ാമത്തെ ജമാഅത്ത് കൗൺസിൽ രൂപീകരിക്കപ്പെട്ട് ജില്ലാ നേതൃത്വങ്ങളാണ് ഞങ്ങളെല്ലാവരും. ഈ കമ്മിറ്റിയിൽ ചേർന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും അർഹരായ ആളുകളെ തിരഞ്ഞെടുത്ത് കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന മാനുഷിക പരിഗണനയോടൊപ്പം തന്നെയും അവരെ സാമ്പത്തികമായും ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം ഈ സമൂഹത്തിലുള്ള ഇതര വിഭാഗങ്ങളിൽ പടർന്നു വന്നിരിക്കുന്ന അതിൻ്റെ മുഴുവൻ സ്രോതസ്സുകളും അവർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയുള്ള കമ്മിറ്റിയാണ് ഇന്നിവിടെ രൂപീകൃതമായിരിക്കുന്നത്. ഈ കമ്മിറ്റി ഈ സമൂഹത്തോടൊപ്പം എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അവരെ ഉന്നതിയിൽ കൊണ്ടുവരാനും മുന്നിലുണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വാങ്ങുന്നു. ജമാഅത്ത് കൗൺസിലിൻ്റെ 7ാമത് ജില്ലാ സമ്മേളനമാണ് ഇന്ന് ഇവിടെ നടക്കുകയുണ്ടായത്. അതിൽ എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജില്ലാ ട്രഷറാണ്. നമ്മുടെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന, സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന നമ്മളെ സഹജീവികളെ അവിടെ എന്ത് പ്രയാസങ്ങൾക്കും നമ്മൾ കൂടെ നിൽക്കുക എന്നൊരു അർപ്പണ ബോധത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുമെന്ന് ഇതിനാൽ അറിയിക്കുന്നു. ജമാഅത്ത് കൗൺസിലിൻ്റെ തിരുവനന്തപുരം ജില്ലാ നേതൃത്വം ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പുതിയ ഭാരവാഹികൾ ആണ് ഇവിടെയുള്ളത്. പുതിയ ഭാരവാഹികളുടെ പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും ചാരിറ്റിപരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഈ കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. കൗൺസിലിൻ്റെ തിരുവനന്തപുരം 7ാമത് ജില്ലാ സമ്മേളനം കഴിഞ്ഞു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിൽ സമൂഹത്തിൽ പൊതുമധ്യത്തിൽ ഒട്ടനവധി പൊതുപ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടുള്ള പുതിയ ജില്ലാ ഭാരവാഹികളാണ് നേതൃസ്ഥാനത്ത് വന്നിട്ടുള്ളത്. സമൂഹത്തിലെ നിർധനരും നിരാലംബരുമായിട്ടുള്ള ഒട്ടനവധി പാവപ്പെട്ട ആൾക്കാരെ സഹായിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ചാരിറ്റി പ്രവർത്തനം നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ അടിസ്ഥാനമാക്കി വളർത്തിക്കൊണ്ട് ജമാഅത്ത് കൗൺസിലിൻ്റെ സാന്നിധ്യത്തിൽ വരുന്ന ജില്ലാ കമ്മിറ്റി നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുവാൻ കഴിയുമെന്ന് ആത്മാർത്ഥമായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞുകൊണ്ട് അവരുടെ ഈ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഭാരവാഹികളിൽ ഒരാളായി ഞാനും ആത്മാർത്ഥമായി ജില്ലാ ജമാഅത്ത് കൗൺസിലിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജമാഅത്ത് കൗൺസിലിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ഭാവിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ, മനുഷ്യ അവകാശ പ്രവർത്തനങ്ങൾക്ക് കാര്യമായ ഊന്നൽ നൽകാൻ എല്ലാ നേതൃത്വങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.